നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കൊരട്ടിക്കരയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ ഡ്രൈവർ കൊരട്ടിക്കര സ്വദേശി കണ്ണേലങ്കത്ത് വീട്ടിൽ 53 വയസ്സുള്ള രവി, ബൈക്ക് യാത്രികനായ എരുമപ്പെട്ടി സ്വദേശി കുന്നത്തേരി വളപ്പിൽ 20 വയസ്സുള്ള അഭിഷേക് എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെ കൊരട്ടിക്കര പെട്രോൾ പമ്പിന് സമീപത്താണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക വിവരം. അപകടത്തിൽ 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിലെ VHSE വിഭാഗത്തിന്റെ 3ാം നില AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 2023-24 പ്ലാൻ പദ്ധതി പ്രകാരം 63 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് VHSE വിഭാഗത്തിന്റെ 3ാം നില നിർമ്മിച്ചത്. 286.80 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ 3 ക്ലാസ് മുറികളാണ് നിർമ്മിച്ചിട്ടുള്ളത്. 2023 സംസ്ഥാന കായികമേളയ്ക്ക് ആതിഥ്യമരുളിയ കുന്നംകുളം VHSE സ്കൂളിന് കായികമേളയുടെ ഉദ്ഘാടന വേളയിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി 2.60 കോടി രൂപയുടെ പുതിയ സ്കൂൾ കെട്ടിടം പ്രഖ്യാപിച്ചിരുന്നു. അതിലുൾപ്പെട്ട 63 ലക്ഷം രൂപയുടെ 3ാം നില കെട്ടിടമാണ് നിലവിൽ പൂർത്തിയായി ഉദ്ഘാടനം ചെയ്തത്. 2 കോടി രൂപയുടെ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാന്റോ സെബാസ്റ്റ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പുഷ്പ ജോൺ, T. സോമശേഖരൻ, ആർഷ ജിജു, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K. കൊച്ചനിയൻ, പ്രേംരാജ് ചൂണ്ടലാത്ത്, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, E.A. ദിനമണി, HM PT ലില്ലി, പ്രിൻസിപ്പാൾമാരായ PI റസിയ, A. വിജയലക്ഷ്മി, PTA പ്രസിഡന്റ് P. വേണുഗോപാൽ, SMC ചെയർപേഴ്സൺ റെന്നി C. വർഗീസ്, PTA വൈസ് പ്രസിഡന്റ് AB ബിനീഷ്, MPTA PM ഷാലി തുടങ്ങിയവർ സംസാരിച്ചു. 80ാം വയസ്സിൽ 2 പുസ്തകങ്ങൾ രചിച്ച് സാഹിത്യലോകത്തിന് സമർപ്പിക്കുകയാണ് ബാബു വക്കീൽ. കുന്നംകുളം ഇന്ദിരാനഗറിൽ താമസിക്കുന്ന ചുങ്കത്ത് വീട്ടിൽ അഡ്വക്കേറ്റ് ബാബു എഴുത്തിന്റെ ലോകത്ത് പുതിയ തലമുറയ്ക്ക് കൂടി പ്രചോദനമാവുകയാണ്. ചെറുപ്പം മുതൽ വായനയും എഴുത്തും ഹൃദയത്തോട് ചേർത്ത് വളർന്ന വ്യക്തിയാണ് ബാബു വക്കീൽ. പുസ്തകങ്ങളുടെ ലോകം അദ്ദേഹത്തിന് വെറും വിനോദമല്ലായിരുന്നു, ജീവിതത്തെ മനസ്സിലാക്കാനുള്ള വഴി കൂടിയായിരുന്നു. ആ പുസ്തകപ്രേമമാണ് ഇപ്പോൾ 2 പുസ്തകങ്ങളുടെ പ്രകാശനത്തിൽ എത്തി നിൽക്കുന്നത്. മുമ്പേ കടന്നുപോകുന്നവർ ദ മങ്ക് എന്ന ഇംഗ്ലീഷ് പുസ്തകവുമാണ് പ്രകാശനം ചെയ്യുന്നത്. കോളേജ് കാലഘട്ടത്തിൽ കലാകൗമുദി, മലയാളം, പശ്ചിമ താരക തുടങ്ങി വിവിധ മാസികകളിൽ കഥകൾ എഴുതിയിരുന്നു. പിന്നീട് ജോലിയിൽ പ്രവേശിച്ചപ്പോഴും തിരക്കുകൾക്കിടയിലും വായനയും എഴുത്തും ഉപേക്ഷിക്കാതെ അദ്ദേഹം നെഞ്ചോട് ചേർത്തു. ഈ കഴിവ് തിരിച്ചറിഞ്ഞ സുഹൃത്തുക്കളും വീട്ടുകാരും നിർബന്ധിച്ചാണ് വൈകിയ വേളയിലും പുസ്തകം എഴുതാനുള്ള കാരണമെന്ന് ബാബു വക്കീൽ പറയുന്നു. 71 മുതൽ തന്നെ ഞാൻ കഥ എഴുതി തുടങ്ങി. എൻ്റെ ഇവിടെ വന്നപ്പോൾ CV ശ്രീരാമനും ഐപ്പാർമലും നിരന്തരം കഥ എഴുതിയിട്ടുണ്ട്. ഞാൻ കഥ എഴുതിയിട്ടില്ലേ, 10,000കണക്കിന് കഥ എഴുതിയിട്ടുണ്ട്. ഓരോ അന്യായങ്ങളും പത്രികകളും കഥകളാണ്. മനുഷ്യ ജീവിതത്തിന്റെ കഥകളാണ് ഞങ്ങളുടെ കോടതിയിൽ ഫയൽ ചെയ്ത ഓരോ അന്യായങ്ങളും. ചിലത് ന്യായം, ചിലത് അന്യായം, അങ്ങനെയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു കാലത്ത് ഞാനൊരു കഥ എഴുതാൻ തുടങ്ങുന്ന കാലത്ത് ഒരിക്കൽ ഈറ്റ എന്നൊരു ഡോക്യുമെന്ററിക്ക് ഞാൻ ഇംഗ്ലീഷിൽ ഇത് പോയി. മരത്തംകോട് സ്കൂൾ, കുന്നംകുളം ബോയ്സ് സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. തുടർന്ന് സെന്റ് ജോസഫ് കോളേജ്, സെന്റ് തോമസ് കോളേജ് എന്നിവിടങ്ങളിലെ പഠനത്തിന് ശേഷം എറണാകുളം ഗവൺമെന്റ് മഹാരാജാസ് ലോ കോളേജിൽ നിന്നാണ് അഡ്വക്കേറ്റ് ബിരുദം നേടിയത്. അതിനുശേഷം ഗോഡ്ഫ്രേ ഫിലിപ്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ ബോംബെ, ബാംഗ്ലൂരു, മദ്രാസ്, മധുരൈ, തിരുച്ചി, തിരുനെൽവേലി, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം 1971 നിയമവൃത്തി ആരംഭിക്കുന്നത്. വർഷങ്ങളായുള്ള അഭിഭാഷക ജീവിതത്തിലൂടെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളെയും മനുഷ്യമനസ്സിന്റെ നാനാത്വങ്ങളെയും അടുത്തറിയാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആ അനുഭവങ്ങളും യാത്രയിലുടനീളമുള്ള നിരീക്ഷണങ്ങളുമാണ് പുസ്തകങ്ങളിലേക്കുള്ള വഴി തുറന്നത്. ഇന്നും വക്കീൽ പണി ആത്മാർത്ഥമായി തുടരുന്ന അദ്ദേഹം പ്രായം ഒരു സംഖ്യ മാത്രമാണെന്ന് തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തിയാണ്. 80ാം വയസ്സിലും സൃഷ്ടിപരമായ ചിന്തയും എഴുത്തിന്റെ ഉന്മേഷവും കൈവിടാതെ നിലകൊള്ളുന്ന ബാബു വക്കീലിന്റെ പുസ്തകങ്ങൾ സാഹിത്യലോകത്തിന് അഭിമാന നിമിഷമാണ്. വായനയോടുള്ള പ്രണയവും എഴുത്തിനോടുള്ള സമർപ്പണവും പുസ്തകമായി പുറത്തിറങ്ങുമ്പോൾ
4 വർഷം മുമ്പ് മരിച്ചുപോയ തന്റെ പ്രിയതമ വത്സ ജോർജിനുള്ള സമർപ്പണം കൂടിയാണ് ഈ പുസ്തകം. മക്കളായ ഗ്രിഗറിയും സുബിനും പിതാവിന്റെ എഴുത്തുവഴികൾക്ക് കൂട്ടാണ്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് CV സ്മാരക ഹാളിൽ നടക്കുന്ന ചടങ്ങ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. VK ശ്രീരാമൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുംബൈ കടന്നുപോകുന്നവർ എന്ന പുസ്തകം റഫീഖ് അഹമ്മദ് ഫാദർ ബെഞ്ചമിൻ OIC നൽകിയും ദ മങ്ക് എന്ന പുസ്തകം ഡോക്ടർ ഹരികൃഷ്ണൻ TD രാമകൃഷ്ണന് നൽകിയും പ്രകാശനം നിർവഹിക്കും. ഗുരുവായൂർ ദേവസ്വം ക്ഷേത്ര വാദ്യകലാ വിദ്യാലയം സുവർണ ജൂബിലി ആഘോഷിച്ചു. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം വാദ്യകുലപതി പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. KB രാജ് ആനന്ദ് മുഖ്യാതിഥിയായിരുന്നു. റിട്ടയർഡ് പ്രിൻസിപ്പാൾ കോങ്ങാട് സുകുമാരൻ, പൂർവ്വ വിദ്യാർത്ഥികളായ പാഞ്ഞാൾ വേലുകുട്ടി, മച്ചാട് മണികണ്ഠൻ, ഗുരുവായൂർ സേതു, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാഗസ്വരത്തിൽ A ഗ്രേഡ് നേടിയ MK യദുകൃഷ്ണൻ എന്നിവരെ ആദരിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, ദേവസ്വം വേദ സംസ്കാര പഠന കേന്ദ്ര ഡയറക്ടർ P നാരായണൻ നമ്പൂതിരി, PTA പ്രസിഡന്റ് K ബാഹുലയൻ എന്നിവർ സംസാരിച്ചു. മന്ത്രി വീണ ജോർജിനെതിരെയുണ്ടായ പ്രതിഷേധം അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ചാവക്കാട് പ്രോജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. സിവിൽ സ്റ്റേഷൻ പരിസരത്തു നിന്നും ആരംഭിച്ച ജാഥ ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന യോഗം പ്രിയ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. രമണി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KP നിഷ, ഉഷ സുനീഷ്, ഇന്ദിര വത്സലൻ, സുനിത ശശി, ഗീതാ ദേവി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് പൂരാഘോഷം ഞായറാഴ്ച ആഘോഷിക്കും. ശനിയാഴ്ച വൈകിട്ട് മുതൽ കാർഷിക സമൃദ്ധിയുടെ ഓർമ്മയും പഴമയുടെ പെരുമയും വിളിച്ചോതി ഭഗവതി ക്ഷേത്ര പരിസരത്ത് പതിർവാണിഭം നടക്കും. ഞായറാഴ്ച പുലർച്ചെ വരെയാണ് ക്ഷേത്ര പരിസരത്ത് പരമ്പരാഗതമായി നടത്തിവരാറുള്ള പതിർവാണിഭം നടക്കുക. ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ പതിർവാണിഭ സ്ഥലത്തു നിന്നു ലഭ്യമാണ്. ഉണക്കമത്സ്യമാണ് വാണിഭത്തിലെ പ്രധാന ഇനം. ആദ്യകാലങ്ങളിൽ കൊയ്ത്തു കഴിഞ്ഞാൽ ജന്മിയിൽ നിന്നും കൂലിയായി കിട്ടുന്ന നെല്ലിന്റെ പതിരു കൊടുത്താണ് ഉണക്കമത്സ്യം വാങ്ങിയിരുന്നത്. അങ്ങനെയാണ് പതിരുവാണിഭം എന്ന പേരു വന്നത്. പതിർവാണിഭത്തിൽ കൊമ്പൻ സ്രാവ് മുതൽ നാട്ടിൻപുറത്ത് കാണുന്ന വരാൽ വരെ വിൽപ്പനയ്ക്ക് വരും. കൂടാതെ വിവിധതരം മൺപാത്രങ്ങൾ, പഴവർഗ്ഗങ്ങൾ, കത്തികൾ, മുറം, കൈക്കോട്ടുതായ, കയറുകൾ, പച്ചക്കറി വിത്തുകൾ, പായകൾ, ചൂൽ, പച്ചക്കറി എന്നിവയടക്കമുള്ള വസ്തുക്കളുടെ വിൽപ്പന നടക്കും. പൂരത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ രാത്രിയിൽ പറയെടുപ്പും തോൽപ്പാവക്കൂത്തും നടക്കുന്നുണ്ട്. നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ആഘോഷങ്ങൾക്കായി 3 ജില്ലകളിലെ തട്ടകങ്ങൾ അവസാനഘട്ട ഒരുക്കത്തിലാണ്. വൈദ്യുതി ദീപാലങ്കാരവും കമാനങ്ങളും ഒരുങ്ങി. ശനിയാഴ്ച രാത്രി 8-ന് ക്ഷേത്രത്തിൽ നടപ്പുരമേളവും നടക്കും. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 44 ഗജവീരന്മാർ അണിനിരക്കും. കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ K ദാമോദരന്റെ സ്മരണാർത്ഥം ഗുരുവായൂർ K ദാമോദരൻ അക്കാദമി ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരത്തിന് കൃതികൾ ക്ഷണിച്ചു. 2024-25 വർഷങ്ങളിൽ 1-ാം പതിപ്പായി പ്രസിദ്ധീകരിച്ച മലയാള നാടക കൃതിക്കാണ് പുരസ്കാരം നൽകുന്നത്. 10,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും സമ്മാനിക്കും. കൃതികളുടെ 4 പകർപ്പുകൾ മാർച്ച് 25-ന് മുമ്പ് സെക്രട്ടറി K ദാമോദരൻ അക്കാദമി, എടപ്പുള്ളി റോഡ്, ഗുരുവായൂർ 680-101 എന്ന വിലാസത്തിൽ അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9447 77 19 60 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിൽ KG വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഫ്രൂട്ട് ഫെസ്റ്റ് 2K26 ശ്രദ്ധേയമായി. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളുടെ പ്രാധാന്യം വിദ്യാർത്ഥികൾക്ക് ബോധ്യപ്പെടുത്തുന്നതിനും പഴങ്ങളുടെ ഗുണങ്ങളും കഴിക്കേണ്ട ആവശ്യകതയും മനസ്സിലാക്കാനും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഫ്രൂട്ട്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. കിവി, ഡ്രാഗൺ ഫ്രൂട്ട്, ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി, വാഴപ്പഴം, മാതളം, സ്ട്രോബെറി, ചക്ക തുടങ്ങി വൈവിധ്യമാർന്ന പഴങ്ങൾ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആരോഗ്യം നമ്മുടെ സമ്പത്ത് എന്ന സന്ദേശമുയർത്തി വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. പ്രധാന അധ്യാപകൻ ജിബ്ലസ് ജോർജ്, അധ്യാപകരായ നിസ വർഗീസ്, സിസി KT, ലിനറ്റ് ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി. കോലഞ്ചേരി കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ പ്രതിമാസ സുവിശേഷ യോഗം മാർച്ച് 1 ഞായറാഴ്ച കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ നടക്കും. റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ PM സ്ലീബ സന്ദേശം നൽകും. വാഹന സൗകര്യമുണ്ടായിരിക്കും. ഇനി മുതൽ എല്ലാ 1-ാം ഞായറാഴ്ചയാണ് പ്രതിമാസ സുവിശേഷ യോഗം നടക്കുക എന്ന് കാൽവറി പ്രയർ ഫെലോഷിപ്പ് ഭാരവാഹികൾ അറിയിച്ചു.
ഗുരുവായൂർ ചാണാശ്ശേരി ദേവി വിഷ്ണുമായ ക്ഷേത്രോത്സവം ഭക്തിസാന്ദ്രമായി. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, കരിങ്കുട്ടിക്കളം, ഉച്ചപൂജ, അന്നദാനം എന്നിവ നടന്നു. ദീപാരാധനയ്ക്ക് ശേഷം താലം വരവ്, വിഷ്ണുമായ കളം എന്നിവയും ഉണ്ടായിരുന്നു. ഗുരുതി പൂജയോടെ ഉത്സവ ചടങ്ങുകൾ സമാപിച്ചു. മുതിർന്ന അംഗങ്ങളെയും സ്ഥാപകാംഗങ്ങളെയും ആദരിക്കലും തുടർന്ന് ഗാനമേള, നാടൻപാട്ട്, വർണ്ണമഴ എന്നിവയും ഉണ്ടായി. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ മുതിർന്ന പത്രപ്രവർത്തകരെ ആദരിച്ചു. തൃത്താല മേഖലാ പ്രസിഡന്റ് TBM അലി, മേഖലാ രക്ഷാധികാരി വീരാവുണ്ണി മുള്ളത്ത് എന്നിവർക്കാണ് സംസ്ഥാന സമിതിയുടെ പ്രത്യേക ആദരവ് കൈമാറിയത്. അനുമോദന സമ്മേളനം പാലക്കാട് ജില്ലാ രക്ഷാധികാരി C. മൂസ പെരിങ്ങോട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി KG സണ്ണി അധ്യക്ഷനായിരുന്നു. തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് മുഖ്യാതിഥിയായി. ജില്ലാ ട്രഷറർ പ്രദീപ് ചെറുവാശ്ശേരി, മേഖലാ സെക്രട്ടറി V. രഘുകുമാർ, ശിവപ്രസാദ്, മേഖലാ ട്രഷറർ മുഹമ്മദ് റഹീസ് എന്നിവർ സംസാരിച്ചു. ചരമം ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷൻ ട്രഷറർ KK സേതുമാധവന്റെ മാതാവും സിദ്ദിഖ് പള്ളിക്ക് തെക്കുഭാഗം താമസിക്കുന്ന പരേതനായ കണ്ണൻ കേരൻ കൃഷ്ണൻ മാസ്റ്റർ ഭാര്യയുമായ മീനാക്ഷി നിര്യാതയായി 95 വയസ്സായിരുന്നു. സംസ്കാരം ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും. മധുസൂദനൻ, ശാന്താഭായ്, കുശുമജ, ബാല, താരാഭായ്, തുളസിഭായ് എന്നിവർ മക്കളാണ്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.